Hello students, ഞാനിന്ന് സോളിഡ് സ്റ്റേറ്റിൽ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചേഴ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുമ്പോൾ അതിലെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? ക്ലോസ്ലി പാക്ക് ചെയ്യുന്നു. ഓക്കെ, ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ക്രിസ്റ്റൽ ദ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ക്ഡ്. In close packing, the maximum available space is occupied. അപ്പോൾ ഈ ക്ലോസ് പാക്കിംഗ് നടക്കുമ്പോൾ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ പാക്കിംഗ് നടക്കുമ്പോൾ ആ ക്രിസ്റ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം സ്പേസിലും പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്യുന്നു. ആൻഡ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ക്ലോസ് പാക്കിംഗ്. ഓക്കെ, the greater the extent of overlapping, yes, the greater will be the stability of solids, stability of crystal. Okay, then in close packing, the solid particles are considered as the hard spheres. In close packing, the solid particles are considered as the hard spheres. അപ്പോൾ ക്ലോസ് പാക്കിങ്ങിൽ ഈ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിനെ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് എന്തായിട്ടാണ്? ഹാർഡ് സ്ഫിയേഴ്സ് ആയിട്ടാണ്. ഓക്കെ, ദ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ആർ കൺസിഡേർഡ് ആസ് ദ ഹാർഡ് സ്ഫിയേഴ്സ്. ഓക്കെ, ദെൻ ആൻഡ് due to the packing of the constant particles, due to the close packing of the constant particles, build up three-dimensional structure of the crystal. Okay, then in close packing, the solid particles are considered as the identical spheres and build up in three-dimensional structure in three steps. അങ്ങനെ അവിടെ 3-dimensional സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ഈ 3-dimensional സ്ട്രക്ചറിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് 3 സ്റ്റെപ്പുകളിലാണ്. The first step is close packing in 1 dimension, then close packing in 2 dimension, and the third step is close packing in 3 dimension. Okay, yes, first step, close packing in 1 dimension. Okay, particles are arranged. The particles are arranged in a row like this, in a row, touching each other. Okay, ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ടച്ച് ചെയ്തുകൊണ്ട് വേറെ പാർട്ടിക്കിൾ അതിനെ ടച്ച് ചെയ്തുകൊണ്ട് വേറെ പാർട്ടിക്കിൾ, അങ്ങനെ പാർട്ടിക്കിൾസിനെ എന്താണ്? ഓക്കെ, യെസ്, റോ ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, and in this packing each particle is in contact with the two other particles. Each particle is in contact with the two other particles. ഒരു പാർട്ടിക്കിൾ 2 പാർട്ടിക്കിളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimensions. This can be done by in different ways. Number 1, square close packing, and number 2, hexagonal close packing. Okay, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഓക്കെ, ഹിയർ the constant particles or the spheres are arranged in such a way that the rows have both vertical and horizontal alignments. Okay, here we can observe the horizontal and the vertical alignments. Here the spheres are found to form squares. Okay, this type of packing is called square close packing. Square close packing, ഇവിടെ നമുക്ക് കാണാം ഒരു പാർട്ടിക്കിൾ 1 2 3 4 പാർട്ടിക്കിളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ടൈപ്പ് പാക്കിംഗ് ഈസ്, നെക്സ്റ്റ് ടൈപ്പ് 2-dimensional പാക്കിംഗ് ഈസ് ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗ്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? Please listen. The spheres in every second row
The spheres in every second row are placed in the depressions between the spheres of the first row. സെക്കൻഡ് റോവിലെ പാർട്ടിക്കിൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഫസ്റ്റ് റോവിലെ എന്താ പറയുക, ഡിപ്രഷനിലാണ്, അല്ല ഡിപ്രഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഡിപ്രഷനിലാണ് സെക്കൻഡ് റോവിലെ പാർട്ടിക്കിൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ദ സ്ഫിയേഴ്സ് ഇൻ ദ തേർഡ് റോ ആർ പ്ലേസ്ഡ് ഇൻ ദ ഡിപ്രഷൻസ് ബിറ്റ്വീൻ ദ സ്ഫിയേഴ്സ് ഓഫ് ദ സെക്കൻഡ് റോ ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പോൾ തേർഡ് റോവിലെ പാർട്ടിക്കിളോ സെക്കൻഡ് റോവിലെ പാർട്ടിക്കിളിൻ്റെ ഈ ഡിപ്രഷനിലാണ്, അല്ലെ, ഈ ഡിപ്രഷനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ മാത്രമല്ല ഇവിടെ ഒരു പാർട്ടിക്കിൾ 1 2 3 4 5 1 2 3 4 5 6 പാർട്ടിക്കിളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. ഇനി നമുക്ക് 3 ഡയമെൻഷണൽ പാക്കിംഗ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇൻഡസ്ട്രീഷ്യൽ വോയിഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ഇൻഡസ്ട്രീഷ്യൽ വോയിഡ്? ദ വേക്കൻറ്റ് സൈറ്റ്സ് ഇൻ എ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ. ദ വേക്കൻറ്റ് സൈറ്റ്സ് ഇൻ എ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ ആർ കോൾഡ് വോയിഡ്സ്. ഒരു ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ ഉണ്ടാകുന്ന വേക്കൻറ്റ് സ്പേസിനെയാണ് വോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ വോയിഡ്സ് ആർ ഓഫ് 2 types. The first one is tetrahedral void and second one is octahedral void. Then എങ്ങനെയാണ് ഒരു ടെട്രാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യുന്നത്? വാട്ട് ഈസ് മീൻ ബൈ tetrahedral void? നോക്കുക, ഇവിടെ 3 പാർട്ടിക്കിൾസ് അല്ല, അല്ലെങ്കിൽ 3 സ്ഫിയേഴ്സ് എന്ത് ചെയ്തു, ടച്ച് ചെയ്തു. ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ വേക്കൻറ്റ് സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് വേക്കൻറ്റ് സ്പേസ് ഈസ് കോൾഡ് വോയിഡ്. അപ്പോൾ നോക്കുക, ഇവിടെ ഒരു പാർട്ടിക്കിൾ കൂടി വന്നു, അല്ലേ, ഇത്. അപ്പോൾ എന്താണ് ദിസ് വേക്കൻറ്റ് സ്പേസ്, ദിസ് വോയിഡ് ഈസ് സറൗണ്ടഡ് ബൈ 1 2 3 4 touching spheres. Then this void is called tetrahedral void. Okay, tetrahedral void. ഇതേപോലെ നെക്സ്റ്റ് വൺ octahedral void. The vacant space is surrounded by 6 touching spheres in a close packed arrangement. Okay, yes, this is called octahedral void. നമുക്ക് നോക്കാം, 1 2 3 ഇതാണ് ഇവിടെ വേക്കൻറ്റ് സ്പേസ് വോയിഡ്. ഓക്കെ, ഇനി ഇതൊട്ടും മുകളിൽ നമുക്ക് എഴുതാം. നെക്സ്റ്റ് ലെയർ ലൈക്ക് ദിസ് 1 2 and 3. That means this vacant space, okay, is surrounded by 1 2 3 4 5 6 touching spheres. Okay, then this void is called octahedral void. This void is called octahedral void. Okay, അപ്പോൾ ഞാനിനി ഈ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട മീൻസ് 1 ഡയമെൻഷണൽ പാക്കിംഗ്, 2 ഡയമെൻഷണൽ പാക്കിംഗ്, 3 ഡയമെൻഷണൽ പാക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അനിമേഷൻ വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ, ഈ പാക്കിങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് ഇതാണ്, പാക്കിംഗ് എഫിഷ്യൻസി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസിയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Okay students, goodbye, study well.